ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും ചിക്കനും വെച്ച് അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ്. നല്ല ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണേ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവാള, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില ഇവയാണ്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. സവാള നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തത് ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മല്ലിയില, കരിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ബ്രെഡ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കനും സവാളയും എല്ലാം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് നമുക്ക് നിറച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഒന്ന് സ്പൂൺ വെച്ച് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഇതിൻ്റെ മീതെയും നമുക്ക് ബ്രെഡ് ആദ്യം വെച്ചതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഫുള്ള് കവർ ചെയ്യുന്നത് പോലെ ബ്രെഡ് ഓരോ പീസാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേവിച്ചെടുക്കാൻ നമുക്ക് ഒരു പഴയ പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ കുക്കായിട്ടുണ്ട്. ഭാഗം ഒന്നുകൂടി വേവിച്ചെടുക്കാൻ വേറൊരു പാൻ എടുത്ത് അതിൽ കുറച്ച് ഓയിൽ തടവി ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് സമയം വെച്ച് കൊടുത്താൽ മതി. കരിഞ്ഞു പോവാതെ പെട്ടെന്ന് തന്നെ എടുക്കണം. ഇപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്സ് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.